ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കാറ്റത്തി കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്തായാലും കഥയിൽ ഇനി ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഭാസ്കരനച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് സുധീഷ് ഒരു പണി ഒപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ഇത്ര മാസമായി, എന്നിട്ടും ഇപ്പോഴും അവൾക്ക് നിന്റെ സ്നേഹം മനസ്സിലായോ, നിന്നെ അംഗീകരിച്ചോ, നിന്നെ ഒരു ഭർത്താവായി അവൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മളെ സുധീഷിന് കുറച്ചൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അവനെ അങ്ങനെ അപമാനിച്ചപ്പോൾ എന്തായാലും താനൊരു ഭർത്താവാണ്, തൻ്റെ ഭാര്യയാണ് ഇത്, അത് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് സുധീഷ് പോയിട്ട് കള്ളൊക്കെ കുടിച്ചിട്ട് നന്നായി മതിമറിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ രാത്രിയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വരുന്ന സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുകയാണ്. സുഭാഷേട്ടനും ഹരീഷും നികേഷും ഒക്കെ ഹാളിൽ കിടന്നുറങ്ങുന്നുണ്ട്. നിധിയാണെങ്കിൽ റൂമിലാണ് കിടക്കുന്നത്. അവൾ കതവൊന്നും കുറ്റിയിടാറില്ല അവിടെ കിടക്കുമ്പോൾ സാധാരണ. അങ്ങനെ എന്തായാലും അവൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുടിച്ചിട്ടാണ് ആൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അവൻ്റെ മട്ടും ഭാവമൊക്കെ സുധീഷിന് മാറിയിട്ടുണ്ട്. ഇത്രയും കാലം കണ്ടൊരു സുധീഷിൻ്റെ ക്യാരക്ടറേ ആയിരുന്നില്ല ആ സമയത്ത്. അവൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കാലുകളൊക്കെ ഇടറുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസിലേക്ക് സുധീഷ് കയറി വന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് പെരുമാറിയിട്ട് അതിൻ്റെ പിറകെ സുധീഷിനെ വീട്ടിൽ വന്നിട്ട് നിധി പഠിപ്പിക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ആദ്യമായിട്ട് സുധീഷ് വണ്ടി വാങ്ങിക്കൊടുത്തപ്പോൾ എനിക്ക് നികേഷ് പഠിപ്പിച്ച് തന്നാൽ മതി വണ്ടി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് അവൻ ആലോചിച്ച് റൂമിലേക്ക് കയറുന്നത്. നേരെ വന്നിട്ട് വാതിൽ തുറക്കുന്നു. നിധിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. നേരെ പോയിട്ട് അവളുടെ കട്ടിലിൽ കിടക്കുന്നു. എന്തോ ഒരു സ്മെല്ലടിച്ചിട്ടാണ് നിധി കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് സുധീഷിനെയാണ്. സുധീഷ് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. നിധി കണ്ണ് തുറക്കുമ്പോൾ സുധീഷ് കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് നമ്മൾ നിധി പേടിക്കും. സുധീഷ് നീ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഷോളൊക്കെ എടുത്ത് മറയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾ ആകെ പേടിച്ചിട്ടുണ്ട്. കാരണം സുധീഷിന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിധി കണ്ടത്. അങ്ങനെ നേരെ കട്ടിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സുധീഷിനോട് ഇറങ്ങി പോകാനും ബഹളമൊക്കെ വെക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും സുധീഷ് ഇറങ്ങുന്നില്ല. സുധീഷ് പറയുന്നത് നീ എൻ്റെ ഭാര്യയാണ്, അപ്പോൾ എനിക്കല്ലാതെ വേറെ ആർക്കാണ് ഇവിടെ വന്ന് കിടക്കാനുള്ള അധികാരം? ഇത്രയും കാലം ഞാൻ ഇതൊക്കെ സഹിച്ചു വെച്ചില്ലേ, ഇനി അങ്ങനെ എനിക്ക് പറ്റില്ല. എന്തായാലും ഞാൻ ഇനി ഈ റൂമിലേ കിടക്കുകയുള്ളൂ, നിന്റെ കൂടെ ഞാൻ കിടക്കുകയുള്ളൂ, ഈ റൂമിൽ നിന്ന് ഞാൻ എങ്ങും പോവില്ല. അനിയന്മാരെയും ഏട്ടന്മാരുടെയും കൂടെ ഹാളിലുള്ള എൻ്റെ കിടത്തും ഇന്നത്തോട് കൂടിയിട്ട് അവസാനിച്ചിട്ടുണ്ട്, ഇനി അത് ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൻ പറയുമ്പോഴൊക്കെ അവൻ്റെ നാവ് കുഴയുന്നുണ്ട്. അവന് മുഴുവനായിട്ട് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം സുധീഷ് കുടിച്ചിട്ടുണ്ട്. നിധിയാണെങ്കിൽ പേടിച്ച് കരയുന്നുണ്ട്. സുഭാഷേട്ടാ സുഭാഷേട്ട എന്നൊക്കെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എത്രയായിട്ടും സുഭാഷേട്ടനും അനിയന്മാരൊന്നും കേൾക്കുന്നില്ല. കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവള് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സുധീഷ് പോയിട്ട് കതവ് കുറ്റിയിടുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നിധിയെ എന്തോ ഒരു ഉപദ്രവിക്കാൻ വരുന്ന പോലെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിധിയാണെങ്കിൽ ആകെ പേടിച്ച് ഒരു സ്ട്രേഞ്ചറെ മുന്നിൽ കണ്ടൊരു ഫീലായിരുന്നു അവൾക്ക്. ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ റേപ്പ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലുള്ള എക്സ്പ്രഷനാണ് നിധി. സുധീഷും ഏതാണ്ട് അതുപോലെ തന്നെയാട്ടോ വരുന്നത്. സുധീഷിന് എന്തോ കുടിച്ചിട്ട് ഇത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് താൻ പറയുന്നത് എന്നുള്ള ഒരു ബോധമൊന്നും ആൾക്കില്ല. അപ്പൊ എന്തായാലും നല്ല നിലവിളിയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒന്നും ഇവരെ അറിയുന്നില്ല കേട്ടോ. സുധീഷിനെ തട്ടി മാറ്റിയിട്ട് നിധി പോവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും സുഭാഷേട്ട എന്നിങ്ങനെ നിലവിളിക്കുന്നുണ്ട്. നീ എന്തിനാ ഈ സുഭാഷേട്ട എന്ന് വിളിക്കുന്നത്? നിന്റെ ഭർത്താവ് ഞാനല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ഓരോ ഡയലോഗ് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷേട്ടൻ കേൾക്കുന്നുണ്ട് ഈ നിലവിളി. അങ്ങനെ അനിയന്മാരെയൊക്കെ വിളിച്ച് നിധിയുടെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഡോർ ലോക്കായിരിക്കും. മോളെ കതവ് തുറക്കുന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ കരയുന്ന ബഹളം വെക്കുന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. സംഭവം അവർക്ക് സുധീഷ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അവർക്കറിയില്ല. പിന്നെ നിധി കാര്യം പറയും, സുധീഷ് വന്ന് കതവ് കുറ്റിയിട്ടതാണ്, എന്നെ ഇങ്ങനെയൊക്കെ കാട്ടുന്നുണ്ട്, ഞാൻ ആകെ പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ഇവർ ഒരുപാട് തവണ കതവ് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും സുധീഷ് കതവ് തുറക്കുന്നേ ഇല്ല കേട്ടോ. അവസാനം നമ്മളെ സുധീഷിനെ ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് നിധി പോയിട്ട് കതവ് തുറക്കട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ആകെ സീനായി. സുധീഷ് കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുള്ളത് അവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിട്ടോ. ഹരീഷൊക്കെ പറയുന്നുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് സുഭാഷേട്ടൻ, നന്നായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് അവരെല്ലാവരും അവനെ ചീത്ത വിളിക്കുന്നുണ്ട്. അവൻ്റെ സംസാരം കേട്ടിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് സുഭാഷേട്ടൻ നമ്മളെ സുധീഷിനെ നന്നായിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. എന്നിട്ടും സുധീഷിന് സംഭവം മനസ്സിലാവുന്നില്ല. അവൻ ഓരോന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതെൻ്റെ ഭാര്യയല്ലേ, ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്, എനിക്കല്ലാതെ വേറെ ആർക്കാണ് അവളുടെ കൂടെ കിടക്കാൻ അവകാശം, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, വന്ന് കിടന്നിട്ടേ ഉള്ളൂ, അവൾ നിലവിളിക്കുന്ന അത്രമാത്രം ഇവിടെ സംഭവിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ അവൻ നാവ് കുഴഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം നിധിയുടെ അടുത്ത് ഇങ്ങനത്തെ രീതിയിൽ പെരുമാറിയത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സുധീഷിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ അല്ലായിരുന്നു. ഒരു ദിവസം കൊണ്ട്
പെട്ടെന്ന് ആളിങ്ങനെ മാറുകയും ചെയ്ത്. എന്തായാലും നമ്മളെ നിധി ആകെ പേടിച്ച് നന്നായിട്ട് കരയുന്നുണ്ട്, തേങ്ങി തേങ്ങി കരയുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് അടുത്ത റൂമിൽ കൊണ്ടാക്കുന്നുണ്ട് ഹരീഷ്. എന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുധീഷിന്റെ തലയിലേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ. സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയാണ്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് കാണണം, അതാക്കണം ഇതാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഹരീഷ് ആണെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ സുധീഷിനെ. അപ്പുറത്താണെങ്കിൽ നമ്മൾ നിധി ഭയങ്കര കരച്ചിലാണ് അവളുടെ റൂമിൽ. സുഭാഷ് ഏട്ടൻ പോയിട്ട് അവൾക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പാവം നമ്മളെ നികേഷ് ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. അവൻ ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. കരയുന്ന നിധിയുടെ അടുത്ത് വന്നിട്ട് സുഭാഷ് ഏട്ടൻ സോറി പറയുന്നുണ്ട് കേട്ടോ. മോളെ ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല, മോള് ക്ഷമിക്കണം, ഇനി അവൻ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾ നോക്കിക്കോളാം, മോള് പേടിക്കേണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വീടല്ല, ആര് വരാനാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സുഭാഷ് ഏട്ടൻ കതവ് കുറ്റിയിട്ടത്. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ല, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് കേട്ടോ. മോള് കിടന്നോ, കതവ് അടച്ചോ, മോള് കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നേരെ പോയിട്ട് സുധീഷിനോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ കാരണമല്ല അവൾ പേടിച്ച് അവിടെ കരഞ്ഞു നിൽക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ മറുപടിയായിട്ട് സുധീഷ് പറയുന്നത് എൻ്റെ ഭാര്യയാണ്, എനിക്ക് പോകണം, എൻ്റെ ഭാര്യയാണത്, ഭർത്താവിന് ഭാര്യയോടുള്ള അധികാരം എന്തൊക്കെയാണെന്ന് എനിക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധീഷ് അവളുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അങ്ങനെയാണ് ആൾ പ്രവർത്തിക്കുന്നതും. ഭർത്താവിന് എന്തും ചെയ്യുക, അധികാരമുണ്ട്, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം, അവളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നീ എൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, അതിയായിട്ടുള്ള സ്നേഹമാണ് സുധീഷിന്. പക്ഷെ ഇത്രയും കാലമായിട്ടും ഇത്രയും മാസങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടെങ്കിലും നിധി ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. അവൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല. നിധിക്ക് വേണ്ടിയിട്ട് അവളെങ്ങനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദിനം പ്രതി അവൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ പകുതി കാര്യങ്ങളും അവൻ ചെയ്യുന്നത് മോശത്തിലേക്കാണ് പോകുന്നത്. കാരണം അവൻ കുറച്ച് ഓവർ ആക്ടിങ്ങും ഡ്രാമയൊക്കെ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അത് ആർക്കായാലും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്നേഹമാണ്. അത് ഇത്രയും കാലം അംഗീകരിച്ചില്ല, ഇനി എത്ര കാലം ഇങ്ങനെ പോകുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട്. പോരാത്തതിന് ഭാസ്കരൻ അച്ഛൻ്റെ ഓരോ ഡയലോഗും കൂടി കേട്ടിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും സംഭവം കുടിച്ചിട്ടാണ് ഇങ്ങനെ കലമ്പാക്കുന്നത് എന്നുള്ളത് ഭാസ്കരൻ അച്ഛനും മനസ്സിലായി. അവൻ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണെന്നൊക്കെ ഭാസ്കരൻ അച്ഛനും ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിനെ റൂമിൽ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മളെ സുഭാഷ് ഏട്ടനും ഹരീഷ് എല്ലും കൂടെ. എന്തായാലും ആളാകെ ടയേർഡായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നിധി, ഐ ലവ് യു നിധി, മിസ് യു നിധി, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെയൊക്കെ ആയി സുഭാഷ് ഏട്ടനൊക്കെ എണീറ്റ് ഓരോ പണിത്തിരക്കിലാണ്. നിധിയാണെങ്കിൽ റൂമിൽ കതവ് പൂട്ടിയിരിക്കുകയാണെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും അന്ന് നേരത്തെ നമ്മളെ നിധി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എന്നും നമ്മളെ നികേഷിൻ്റെ കൂടെയാണ് പോവാറ്. പക്ഷെ അന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ചായ വേണ്ട, ഒന്നും വേണ്ട, ലഞ്ച് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. സുഭാഷ് ഏട്ടൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. വേണ്ട സുഭാഷ് ഏട്ടൻ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. എന്തിനാ മോൾ ഇത്ര നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. നികേഷ് കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കോളേജിൽ പോകാനുള്ള സമയം ആയിട്ടില്ലല്ലോ, നീ ആ സമയത്തിന് ഇറങ്ങിയാൽ മതി, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നേരത്തെ നമ്മളെ നിധി ഒരുങ്ങി കെട്ടി ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സുധീഷ് എണീക്കുന്നത്. എണീറ്റ് കുറച്ച് കഴിഞ്ഞ് ആളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നൊക്കെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇന്നലെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര കുറ്റബോധം കേട്ടോ. അയ്യോ ഇങ്ങനെയൊക്കെയാണ് ചെയ്തല്ലോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട്. നേരെ സുഭാഷ് ഏട്ടനോട് പോയിട്ടും ഹരീഷിനോട് പോയിട്ടും നികേഷിനോട് പോയിട്ടും എല്ലാവരോടും സോറി പറയുന്നുണ്ട്. പക്ഷെ ആരും സുധീഷിനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. സുഭാഷ് ഏട്ടനാണെങ്കിൽ 4 പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പാടുള്ളത്, എന്തായാലും നീ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ, ഇത്രയും കാലം ആ പെൺകുട്ടിക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് ഉണ്ടാവുമോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. എല്ലാം ഒരു ദേഷ്യത്തിലാട്ടോ സുഭാഷ് ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ വീട്ടിലെല്ലാവർക്കും നമ്മളെ സുധീഷിനോട് ചടപ്പും ദേഷ്യവും ഒക്കെ ആയിട്ടുണ്ട്. ഹരീഷ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും മിണ്ടാൻ നിൽക്കുന്നില്ല. അപ്പോൾ സുധീഷ് ഏട്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവൻ എല്ലാവരുടെ അടുത്തും വന്നിട്ട് സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ഇനി എന്തൊക്കെയാണ് കഥയിൽ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നിധിയുടെ ആ പോക്ക് വെറും ഒരു പോക്കല്ല. എന്തായാലും അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് പോകുന്നത്. ഈ വീട് അവൾക്ക് എത്ര സേഫ് അല്ല എന്ന് ചിലപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തൊക്കെയാണ് ഇനി കഥയിൽ സംഭവിക്കാൻ പോകുന്നത്, സുധീഷിൻ്റെ പശ്ചാത്താപം എല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.